ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ സൗണ്ടെല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? നെറ്റ്വർക്ക് എല്ലാം സെറ്റല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഷാനോ, കേൾക്കാനൊക്കെ പറ്റുന്നുണ്ടോ? റിവിഷൻ ക്ലാസ്സിലേക്ക് തുടങ്ങട്ടെ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പേനയും പേപ്പറും ഒക്കെ ആയിട്ട് വേണിരിക്കാൻ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എക്സ് ബി ദ ലീസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 16, 24, 30, 66, 45. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ ഡിവിസിബിൾ ബൈ ഹരിക്കാൻ കഴിയും. ആരെ കൊണ്ട് ഹരിക്കാൻ കഴിയും? 16 കൊണ്ട് ഹരിക്കാൻ കഴിയും, 24 കൊണ്ട് ഹരിക്കാൻ കഴിയും, 30 കൊണ്ട് ഹരിക്കാൻ കഴിയും, 36 കൊണ്ട് ഹരിക്കാൻ കഴിയും, 45 കൊണ്ട് ഹരിക്കാൻ കഴിയും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഇത്രയും സംഖ്യകൾ കൊണ്ട് ആരെ ഹരിക്കാൻ കഴിയും? നമുക്ക് ആരെ ഹരിക്കാൻ കഴിയും? ആ എക്സിനെ ഹരിക്കാൻ കഴിയും. എക്സിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എക്സ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ പെർഫെക്റ്റ് സ്ക്വയർ എന്താ? ചോദിക്കുന്നതിനകത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്നോട് ചോദിക്കും പെർഫെക്റ്റ് സ്ക്വയർ എന്താ? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 4 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 9 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 25 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 16 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 36 പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 49 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുപോലെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നു. പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നു. അപ്പോൾ ആ എക്സിനെ 123 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ എക്സിനെ നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 123 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 123 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ആൻസർ എന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. എന്താ ചെയ്യാനുള്ളത്? 16ൻ്റെയും നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ 16ൻ്റെയും 24ൻ്റെയും 30ൻ്റെയും 36ൻ്റെയും 45ൻ്റെ ഇത്ര ആൾക്കാരുണ്ട്. ഇവരുടെ LCM എത്രയാണെന്ന് നിങ്ങളെനിക്കൊന്ന് പറഞ്ഞു തരണം. LCM എത്രയാണെന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം. LCM ഒക്കെ പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ LCM എത്രയാണെന്ന് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം. ഇതിൻ്റെ LCM എത്രയാടാ? ഒന്ന് പറഞ്ഞേടാ. ഇതിൻ്റെ LCM എത്രയാണ്? ഇതിൻ്റെ LCM എത്രയാണ്? യെസ്, ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 720 ആണ്. LCM എന്ന് പറയുന്നത് 720 ആണ്. അപ്പോൾ നിങ്ങൾ അറിയും സാറേ LCM എടുക്കുന്നത് എങ്ങനെയാണ്? മക്കളെ LCM ആൻഡ് HCF എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ ആയുഷ്മാനെ? LCM HCF ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നിട്ട് വീണ്ടും ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലേ? ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LCM ആൻഡ് HCFിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചാപ്റ്ററുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ 720 നമ്മുടെ LCM. പക്ഷേ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 720 നമുക്ക് ഈ കണ്ടീഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. LCM നമുക്ക് കിട്ടി, കണ്ടീഷൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. എന്നോടൊപ്പം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. നമ്മൾ ചർച്ച ചെയ്യുകയാണ്. LCM എന്താണ്? 720 ആണ്. ഓക്കെ, 720നെ 16 കൊണ്ട് ഹരിക്കാം, 720നെ 24 കൊണ്ട് ഹരിക്കാം, 720നെ 30 കൊണ്ട് ഹരിക്കാം, 720നെ 36 കൊണ്ട് ഹരിക്കാം, 720നെ 45 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹരിക്കാം. ഡിവിസിബിൾ ബൈ ഇമ്മമാരെല്ലാം കൊണ്ട് ഡിവിസിബിൾ ആണ്. ആ കണ്ടീഷൻ ഓക്കെ ആണ്. ഇനി എക്സ് ഈസ് ആൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ. 720ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? 720ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? 720ൻ്റെ റൂട്ട് പറ്റത്തില്ല. 36ൻ്റെ റൂട്ട് എത്ര പറയുന്നത്? 6 ആണെന്നറിയാം. 25ൻ്റെ റൂട്ട് എത്ര? 5 ആണെന്നറിയാം. 2500ൻ്റെ റൂട്ട് എത്ര? 50 ആണെന്നറിയാം. അതുപോലെ 720ന് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സംഖ്യ എക്സ് ഈസ് ആൾസോ എ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ. 720 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 720ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
720 റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി 720 ഇൻറ്റു 2 നോക്കാം. 720 ഇൻറ്റു 2 എത്ര? 144 ഒരു 0. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ഉടനെ എൻ്റെ അടുത്ത് പറയും സാറേ 144 എന്ന് പറയുന്നത് 12 ശരിയാ, 12 ഇൻറ്റു 12 144. അപ്പോൾ 1440. അപ്പോൾ അതിന് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. 144 വന്നായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നായിരുന്നെങ്കിൽ നമുക്ക്, ഞാൻ അതുകൂടെ പറയാം, 1440 എന്ന് വന്നായിരുന്നെങ്കിൽ 120 ഇൻറ്റു 120 ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. 120 ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വരാത്ത സ്ഥിതിക്ക് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നോക്കാം. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ വരണമല്ലോ. 720 ഇൻറ്റു 3 നോക്കാം. അപ്പോൾ 0, 6, 21, 60 റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അടുത്തത് 720 ഇൻറ്റു 4, 0, 4, 2, 8, 7, 4, 28 റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഡബിളാണിത്. അപ്പോൾ അതിൻ്റെ കണ്ടുപിടിക്കാനൊക്കത്തില്ല. 720 ഇൻറ്റു 5, 6 എവിടെ സാറായി പോകുന്നേ? അങ്ങനെ പഠിപ്പിക്കുന്നത്. 720 ഇൻറ്റു 5 3600. 3600ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 3600ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 3600ൻ്റെ റൂട്ട് എത്ര? 60. അപ്പം നമ്മുടെ എക്സ് എന്ന് പറയുന്നത് 60 ആണെന്ന് ഉടനെ പറയും. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആരാണ് പെർഫെക്റ്റ് സ്ക്വയർ? ദാണ്ട് കിടക്കുന്നത് നമ്മുടെ കക്ഷിക്കാരൻ. 3600 എന്ന് പറയുന്ന സംഖ്യയാണ്. സാറേ 3600 ഇവിടെ ഇല്ലല്ലോ. ഇല്ല, എനിക്കറിയാം. ഞാൻ ചോറ് തിന്നില്ല എന്നുള്ളൂ. എൻ്റെ തലച്ചോറൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3600 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ കണ്ടീഷൻ ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ ആക്കി. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവിസിബിൾ ബൈ 123? 123 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 123 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ എത്ര വരും? ഇതിനെ 123 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 123 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് 123 ഇൻറ്റു 2 246. ബാക്കി എത്ര വരും? 246 ആകുമ്പോൾ ബാക്കി 0 60 10 6 4, 5 4 1, എത്ര വരും? 3 2 1 114. അപ്പോൾ 0 കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ചിപ്പോൾ കിട്ടത്തില്ല. അല്ല 0 താത്തിറക്കാം. 0 താത്തിറക്കുമ്പം ഇത്ര വരും? 10 ആകുമ്പം 123 ഇൻറ്റു 10 ആകുമ്പോൾ 1230 വരും. 123 ഇൻറ്റു 9 നോക്കുക, 1107. 1107. 0 7 പോകത്തില്ല. 10 7 ആകുമ്പോൾ 3 33 ആൻസർ വരുന്നത്. നമ്പേഴ്സും ഒക്കെ ആയിട്ട് ഒരു ഇത് വേണം. അതായത് ആ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ആ നമ്പറിനെ 123 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര വന്നത്? എനിക്ക് 33 വന്നു. കണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പോൾ LCM HCF ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം വരുമ്പം ഇത് LCM ആൻഡ് HCF ആണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിക്കോളാം. അടുത്തത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിവിസിബിൾ ബൈ 88? ഒരു ടാസ്കും ഇല്ല, ഞാൻ കാണിച്ചു തരാം. 88 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകൾ. 88 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ 88. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ഞാൻ തന്നെ പഠിപ്പിച്ചത്. 88നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കിക്ക്. 88നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കിക്ക്. 88നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കാം. എൻ്റെ മക്കൾ 88നെ ഒന്ന് സ്പ്ലിറ്റ് ആക്കിക്കുക. ഞാൻ സ്പ്ലിറ്റ് ആക്കാം. 11 ഇൻറ്റു 4 ഇൻറ്റു 2. 88നെ ഞാൻ സ്പ്ലിറ്റ് ആക്കി. 88നെ സ്പ്ലിറ്റ് ആക്കുമ്പോൾ 4 ഇൻറ്റു 2 8, 11 ഇട്ട് 88. കണ്ടോ? അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇരട്ട സംഖ്യ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് ഇരട്ട സംഖ്യ ആണോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആ ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നത്. എങ്ങനെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാടാ മക്കളെ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ് 4, ലാസ്റ്റ് 2 ഡിജിറ്റ് ഇവിടെ നോക്കിക്കേ 8, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് 40, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് 00, ലാസ്റ്റ് ഡിജിറ്റ് 00 വന്നാലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ടെസ്റ്റ് ഓഫ് ഡിവിസിബിലിറ്റി ക്ലാസ് പോയി കാണണം. ലാസ്റ്റ് ഡിജിറ്റ് 2 പൂജ്യവും ലാസ്റ്റ് 2 ഡിജിറ്റ് 2 പൂജ്യവും ലാസ്റ്റ് 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിളും ആണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 16, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 11ൻ്റെ മാത്രമാണ് പരിപാടി. 11ൻ്റെ ഇച്ചിരി ടാസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല. എന്തൊക്കെയാണ് കിടക്കുന്നത്? 2 7 7 6 4 0 8. ആദ്യത്തെ സംഖ്യ ഒന്ന് പരിശോധിക്കാം. എങ്ങനെ പരിശോധിക്കുന്നതെന്നറിയാവോ നിങ്ങൾക്ക്? ഒന്നിരാടമുള്ള സംഖ്യകൾ മാർക്ക് ചെയ്യുക, ഒന്നിടവിട്ടുള്ള സംഖ്യകൾ മാർക്ക് ചെയ്യുക. തെറ്റിപ്പോയി, ഒന്നുകൂടെ എഴുതാം. ഒന്നിരാടം 1 ഉള്ളത് നമുക്ക് മാർക്ക് ചെയ്യാം. 2 7 7 6 4 0 8. ഒന്നിരാടം ഉള്ളതൊന്ന് മാർക്ക് ചെയ്യും. 1 1 1 1. ഒന്നിരാടം ഉള്ളത്, ഒന്നിടവിട്ടുള്ളത് ഒന്ന് കൂട്ടിക്കേ. 2 + 7 + 4 + 8 എത്ര വരും? 2 + 7 + 4 + 8 എത്ര വരും? 8 4 12, 8 4 12 2 14 7 21. ഒന്നുകൂടെ നോക്കാം. 8 4 12 2 14 7 21. ഇനി ആ സംഖ്യകൾ നോക്കാം. 7 + ഇനി വട്ടം ഇടാത്ത സംഖ്യകൾ 6 + 0 13. ഇതൊന്ന് ഡിഫറൻസ്. 21 - 13 എത്ര? 13 7 20 6. അല്ല, 13 7 20 8. 8ആണ് വരുന്നത്. 11 ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ വരണം. അപ്പോൾ 8ആണ് വന്നത്. ഇയാളല്ല. ഇനി ബി ഒന്ന് നോക്കാം. ബി നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൻസർ കിട്ടുമായിരിക്കും കേട്ടോ. 2 7 7 6 4 0 0. നമുക്ക് ഒന്നിരാടം ഉള്ളതൊന്ന് മാർക്ക് ചെയ്യാം, ഒന്ന് കൂട്ടാം. ഒന്നിരാടം 2 + 7 + 4 7 2 9 4 13. ഇനി അല്ല മറ്റേ കുട്ടിക്ക് 7 + 6 + 0 + 0 എത്ര വരും? 7 6 13. 13 - 13 0. ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ വരണം. 0 വന്നതുകൊണ്ട് ഇതാണ് ആൻസർ. ബി ആണ് ആൻസർ. ഇനി നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്നത്? എങ്ങനെയാണ്? ഒന്നിടവിട്ടുള്ള സംഖ്യകൾ അങ്ങ് മാർക്ക് ചെയ്യുക, അത് കൂട്ടുക. പിന്നെ മാർക്ക് ചെയ്യാത്ത സംഖ്യകളുടെ കൂട്ടുക, കുറച്ച് നോക്കുമ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ 22 33 44 അതുപോലുള്ള 11ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിലും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 0 ആണ് വരുന്നത്, അതുപോലെ 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ആൻസർ കിട്ടിയത്. അടുത്ത ചോദ്യം ഇതാണ്. 0.53 × 0.53 × 0.53 മൈനസ് 0.12 × 0.12 × 0.1. ഒന്ന് നോക്കിക്കുക. സിംപ്ലിഫിക്കേഷൻ ആണ്, വലിയ ഇക്വേഷൻസ് ഒന്നുമില്ല, എന്നാലും ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കുക. യെസ്, നമുക്കൊന്ന് നോക്കിയേക്കാം. ഇത് സ്ഥിരം സംഖ്യകൾ തന്നെയാണ് വരുന്നത് കൊണ്ട് നമുക്ക് ഈ 0.53 എ എന്നെടുക്കാം. എ വീണ്ടും ഈ 1 2നെ നമുക്ക് ബി എന്നെടുക്കാം. ഇനി 53 നമ്മൾ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എ പിന്നെ ഇവിടെ പിന്നെന്താ ഇവിടെ
ബി ബി ബി. ഇനി നമുക്കിത് ഇതിൻ്റെ ഇക്വേഷൻ ആക്കാം. നോക്കിക്കോ, ആ ആൾക്കാർക്കെല്ലാം ആ പേര് കൊടുത്തെന്നുള്ളൂ. എ എന്ന് പറഞ്ഞാൽ എ ക്യൂബ്, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ക്യൂബ്, മൈനസ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ക്യൂബ്, ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എ, ഇവിടെ പ്ലസ് ആണ് നോക്കിയോണം, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് 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 എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് പ്ലസ് ആണ് പ്ലസ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ. നോക്കിക്കേ, കറക്റ്റ് അല്ലേ? എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ എ ക്യൂബ് മൈനസ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി ക്യൂബ്, എ ഇൻറ്റു എ ഇവിടെ പ്ലസ് ആണ് വിട്ടേരെ, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു ബി എ ബി പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ രീതി. എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ? എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ? എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എങ്ങനെ എഴുതാമെന്ന് അറിയാമോ? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഐഡൻറ്റിറ്റീസ് ആണേ. അപ്പോൾ നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് പകരം ഇത് കൊടുക്കാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് പകരം എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. വല്ലതും ഉണ്ടോ വെട്ടിക്കളയാനായിട്ട്? അതുകൊണ്ട് എവനെയും വെട്ടാം എവനെയും വെട്ടാം. അപ്പോൾ ആൻസർ എന്താ വന്നു? എ മൈനസ് ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ എ എന്ന് പറഞ്ഞാൽ 0.53 മൈനസ് ബി എന്ന് പറഞ്ഞാൽ 1.0.12. അപ്പോൾ എത്ര വരും? 3 2 കുറച്ചാൽ 1, 5 1 കുറച്ചാൽ 4, 0.41 എന്ന് വരും. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്ത ചോദ്യം. ദ സം ഈസ് 8772 രൂപ ഡിവൈഡഡ് അമംഗ് അനൂജ്, ചന്ദ്രൻ ആൻഡ് ബിക്രം സച്ച് ദാറ്റ് ഷെയർസ് ഓഫ് അനൂജ് ആൻഡ് ചന്ദ്രൻ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 2:3 ആൻഡ് ചന്ദ്രൻ ആൻഡ് ബിക്രം ആർ ഇൻ ദ റേഷ്യോ 5:6. ഫൈൻഡ് ദ ഷെയർ ഓഫ് ചന്ദൻ. പെട്ടെന്ന് പറ, റേഷ്യോ ഓഫ് പ്രപ്പോർഷൻ നമ്മൾ ശരിക്കും കണക്ക് ചെയ്തിട്ടുള്ള അച്ചാറ പറ എന്ന് പറയണം. മുപ്പത് 60 ഷാന പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 3 ആൾക്കാരുടെ പേരായി പറഞ്ഞേക്കുന്നത്. ആൾക്കാരുടെ പേര് അനൂജ്, ചന്ദൻ ആൻഡ് ബിക്രം. അപ്പോൾ അനൂജിൻ്റെയും ചന്ദ്രൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2:3. പിന്നെ ചന്ദ്രനും ബിക്രവും കൂടെ ആകുമ്പോൾ 5:6. ചന്ദ്രൻ്റെ താഴെ തന്നെ എഴുതണം 5:6. ചന്ദ്രൻ്റെ താഴെ തന്നെ എഴുതണം 5. അപ്പോൾ എങ്ങനെയായിരുന്നു പണ്ട് ഞാൻ പഠിപ്പിച്ചില്ല, അങ്ങോട്ട് നീങ്ങിയാണ്ട് ഈ 3 അങ്ങോട്ട് നീങ്ങിയിരിക്കും, ഈ 5 ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ഞാൻ ഒരു വര എടുത്തോട്ടെ.
ഇതാ ഇങ്ങനെ വരും മറർ റേഷ്യോ. മറർ റേഷ്യോ ഇതാ ഇങ്ങനെ വരും. 2x5 3x5 3x6 ഇത്ര വരും. I2 10:15:18 മറർ റേഷ്യോ ആണ് പറഞ്ഞത്. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എത്ര? ടോട്ടൽ എത്ര? ടോട്ടൽ എത്ര? 10 28. ഇതിൻ്റെ ടോട്ടൽ എത്ര? 10 15 18 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10 + 15 + 18 ഒറ്റ ആരും പറയുന്നില്ല. എത്ര? 43. ടോട്ടൽ എത്ര? 43. അപ്പോൾ സം ഈസ് ഡിവൈഡഡ് ബൈ അപ്പന്മാരുടെ ഇതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്, 8772 രൂപ ഉണ്ടായിരുന്നു. അത് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ടോട്ടൽ 8772 രൂപയുണ്ട്. അതായത് 8772, അതായത് ഈ 43 എന്ന് പറയുന്നതാണല്ലോ ടോട്ടൽ. ഈ 43 എന്ന് പറയുന്നതാണ് 8772. ഈ 43, ഈ 3 പേരുടെയും കൂടെ ഷെയർ 43 എന്ന് പറയുന്നതാണ് ഈ ടോട്ടലായിട്ടുള്ള 8772. എന്തോ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ഷെയർ ഓഫ് ചന്ദൻ. ചന്ദൻ്റെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദൻ്റെ ഷെയർ എത്ര? 15 അല്ലേ? ഈ 15 കറസ്പോണ്ടിങ് ആയിട്ട് ആര് വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 8772 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമല്ലേ, ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 43. അപ്പോൾ എങ്ങനെ വരും? 8772 43 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എത്ര ഡിവൈഡ് ചെയ്യാം? 2 ആകുമ്പോൾ 86. 86 ആകുമ്പോൾ ഇഷ്ടം 1 17 നടക്കത്തില്ല. അപ്പോൾ 0 2. അപ്പം 4 ആകുമ്പം 4 3 12, 4 ആകുമ്പോൾ 172 പോയി. അപ്പോൾ 204 വരുന്നത്. ഈ 8772 43 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 204 ഇൻറ്റു 15. 204 ഇൻറ്റു 15. 15 കൊണ്ട് ഗുണിക്കുന്ന ട്രിക്കൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 204 ഇൻറ്റു 15 ആണ്. 204 ഒരു 0 ഇട്ട് കൊടുക്കുക. 2040. അപ്പോൾ 2040 എന്ന് പറയുമ്പം അതിൻ്റെ പകുതി എടുക്കുക, 1020 കൂട്ടുക 3060. കണ്ടോ? ഇപ്പം 204 ഇൻറ്റു 15. അപ്പോൾ 204 ഇൻറ്റു 15 15 കൊണ്ട് ഗുണിക്കുന്നതിൻ്റെ ട്രിക്കാണ്. 15 കൊണ്ട് ഗുണിക്കുന്നതിൻ്റെ ട്രിക്ക് എങ്ങനെ? 204 തന്നെയാണല്ലോ ഗുണിക്കുന്നത്. അയാൾക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക. അതിൻ്റെ പകുതി എടുക്കുക, 1020 അങ്ങോട്ട് കൂട്ടി വെക്കുക, 3060. അല്ലാതെ അവിടെ കിടന്ന് ഗുണിക്കാനൊന്നും നിൽക്കണ്ട. ഓക്കെ, നിങ്ങളുടെ എക്സാം എന്നാന്നും വല്ല അപ്ഡേറ്റ് ഉണ്ടോടെ? സെപ്റ്റംബറോ? ഓക്കെ, അടുത്ത ചോദ്യം.
എത്ര കിട്ടും? അപ്പോൾ രണ്ട് ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ 2. ആ രണ്ട് ആർട്ടിക്കിളും 560 രൂപയ്ക്കാണ് മേടിച്ചത്. അപ്പോൾ ടോട്ടൽ എത്ര രൂപയായി? ടോട്ടൽ സി പി എത്രയാണ്? 0, 6, 6, 12, 5, 5, 10, 1, 11, 1120 റുപ്പീസ്. അത് വിട്. ആർട്ടിക്കിൾ 2 വാസ് സോൾഡ്, സോറി, 1 article was sold at a 1 article was sold at a loss of 16 2/3%. ആർട്ടിക്കിൾ 1ൻ്റെ കാര്യമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 1 അതിൻ്റെ സി പി എന്ന് പറയുന്നത് 560 ലോസ് ആണ് പറയുന്നത് 16 2/3%. 16 2/3 എന്ന് പറയുമ്പോൾ ഇതിനെ സാധാ ഫ്രാക്ഷനാക്ക്. 16 × 3 48, 3 × 16 48, 48 + 2 50/3%. 50/3%. 50/3% എന്ന് പറയുമ്പം പെർസെൻറ്റേജിൽ നമുക്ക് ലോസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ലോസ് 560ൻ്റെ 50/3%. ശതമാനം എന്ന് പറയുമ്പോൾ താഴെ ഒരു 100 വരും. 10% എന്ന് പറയുമ്പോൾ 10/100, 15% എന്ന് പറയുമ്പോൾ 15/100. അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. എത്ര വരും? 560 × 50/3. ഈ 100 ഇവിടെ വന്ന് ഗുണിക്കും. ഈ 100 ഈ 3ൻ്റെ അവിടെ വന്ന് ഗുണിക്കും. അപ്പോൾ എത്ര വരും? 0 വെട്ടി 0 വെട്ടി 0 വെട്ടി 0 വെട്ടി. അതായത് 56 × 5/3 എന്ന് കിട്ടും. 56 × 5/3 എത്ര വരും? 56 × 5/3. 93.3 വരും. 93.3 വരും. 93.3 ലോസാണ്. 93.3 എത്രയാണ്? ലോസാണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 560ൽ നിന്നും ഈ 93.3 കുറച്ചായിരിക്കും കൊടുക്കുന്നത്. കാരണം എന്താ? ലോസ് അല്ലേ. $466.7. 466.7 വരുന്നത്. 7 കേട്ടോ. 466.7. അപ്പോൾ ഒരെണ്ണം 466.7 വിറ്റു. മറ്റേത് എത്ര ശതമാനം പ്രോഫിറ്റിന് വിൽക്കണം? എന്താ? നോ ലോസ്. ഹി ഇൻകേർഡ് നോ ലോസ് നോ പ്രോഫിറ്റ്. അദ്ദേഹത്തിന് പ്രോഫിറ്റും ഉണ്ടാവാൻ പാടില്ല, ലോസും ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഈ അയാളുടെ ഈ 1120 എന്ന് പറയുന്ന ഈ പൈസ തന്നെ അയാൾക്ക് കിട്ടണം. അയാളുടെ സി പി തന്നെ കിട്ടണം. 100 രൂപ മുടക്കിയാൽ 100 രൂപ തന്നെ തിരിച്ച് കിട്ടിയാലല്ലേ ലാഭമില്ല നഷ്ടമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി എത്ര രൂപ കിട്ടണം? ബാക്കി എത്ര കിട്ടണം? അതായത് 466 രൂപ ഇപ്പോൾ കിട്ടി, ബാക്കി കിട്ടണം. എത്ര രൂപ കിട്ടണം? 1120 നിന്നും 466 രൂപ ഓൾറെഡി കിട്ടി.
466.7 കുറച്ചാൽ മതി. 653.3 ഇനി ഇരിക്കുന്ന സാധനം ഈ വിലയ്ക്ക് കൊടുക്കണം. അതായത് ഇനി ഇരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 2 560 രൂപ ഇതിൻ്റെ CP ആണ്. ഇനി രണ്ടാമതൊരു ആർട്ടിക്കിൾ ഇരിപ്പില്ലേ, അത് 653 രൂപയ്ക്ക് കൊടുത്താലേ 1220 രൂപ 1120 രൂപ ആകത്തുള്ളൂ, ലാഭവും നഷ്ടവും ഇല്ലാതെ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ CP അപ്പോൾ SP എത്ര ആയിരിക്കും? SP എത്ര? 653.3. അപ്പോൾ പ്രോഫിറ്റ് എത്ര വരും? $93.3 ഡിവൈഡ് പ്രോഫിറ്റ് എത്ര വരും? ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി. എങ്ങനെയാണ് കുറയ്ക്കുന്നത്? 653.3 മൈനസ് 560 93.3 വരും പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്നാണ് വെച്ചിരിക്കുന്നത്? അപ്പോൾ 93.3 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര? 560 ഇൻറ്റു 100. 0.8 933 വരും. അത് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഡിവൈഡ് ബൈ 56. 933 ബൈ 56 എത്ര കിട്ടും? തൊള്ളായിരത്തി 36 ആകുമ്പം 16 പോയിൻറ്റ് എത്ര വരും? 16 പോയിൻ്റ് എന്നും പറഞ്ഞു വരും. 16 പോയിൻറ്റ്. അപ്പോൾ 16 തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. 16 തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. 20%. അതാണ് 20% വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ 0.8 ഇപ്പോൾ 993.3 ഇൻറ്റു 933 ആണ്. 933 ഡിവൈഡ് ബൈ 56 ചെയ്യുമ്പോൾ 16 പോയിൻറ്റ് സംതിങ് ആണ് വരുന്നത്. അപ്പോൾ 16 പോയിൻറ്റ് സംതിങ് എന്ന് പറയുമ്പോൾ 16ന് ശേഷം കിടക്കുന്ന 2/3 അല്ലേ, അങ്ങനെയാണ് വരുന്നത്. ദ പെർസെൻറ്റേജ് ഓഫ് 2 cousins is 3:4. ഇപ്പോൾ 2 cousins, ഇനി ഇതും തെറ്റാണോ എന്ന് ആർക്കറിയാം? ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജസ് ഓഫ് 2 cousins is 3:4. കസിൻസിൻ്റെ റേഷ്യോ, ഇപ്പോഴത്തെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:4. ആഫ്റ്റർ 4 years ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് വിൽ ബി 10:4. 10:16 ആഫ്റ്റർ 6 years. ആഫ്റ്റർ 4 years ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് വിൽ ബി 10:13. ആഫ്റ്റർ 6 years ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ഏജസ് ഓഫ് 2. ഇവരുടെ ആഫ്റ്റർ 6 years അവരുടെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം 3:4 കസിൻ എ എന്നും ബി എന്നും കൊടുക്കാം. A:B എന്ന് കൊടുക്കാം. ആദ്യത്തെ കസിൻ 3:4 ആണ്. പിന്നീട് അത് 4 വർഷമായപ്പോൾ എന്തായി? 10:13 ആയി. 10:13 ആയി. 10:13 ആയി എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ആദ്യം അവരുടെ റേഷ്യോ എത്ര ആയിരുന്നു? 3:4. 4 വർഷം കഴിഞ്ഞപ്പോൾ അത് 10:13 ആയിട്ട് മാറി. അപ്പോൾ എത്ര വയസ്സ് കൂടണം? 2 പേർക്കും 4 വയസ്സ് കൂടണം. അപ്പോൾ ഇവിടെ എത്ര കൂടിയത്? 7 കൂടി. ഇവിടെ എത്ര കൂടിയത്? 9 കൂടി. അത് പറ്റത്തില്ല. 2 പേർക്കും 4 വയസ്സെന്നിപ്പോൾ എനിക്കിപ്പോൾ 30 വയസ്സുണ്ടെങ്കിൽ 4 വർഷം കഴിഞ്ഞ് എനിക്കും 4 വയസ്സ് കൂടും. നമ്മുടെ ഷാനോ ഉണ്ടെങ്കിൽ ഷാനോയ്ക്കും 4 വയസ്സ് കൂടും. എന്നാൽ കൂടേണ്ടത് സെയിം ആയിട്ടാണ് കൂടേണ്ടത്. പക്ഷേ ഇവിടെ സെയിം ആയിട്ടാണോ കൂടിയേക്കുന്നത്? സെയിം ആയിട്ടാണോ കൂടിയേക്കുന്നത്? നോക്കിക്ക്, 4 വയസ്സാണോ കൂടിയേക്കുന്നത്? 4 വയസ്സാണോ കൂടിയേക്കുന്നത്? അല്ലെങ്കിൽ സെയിം ആണോ കൂടിയേക്കുന്നത്? അതായത് 3:4 ആയിരുന്നു, പിന്നീട് അത് എന്തായിട്ട് മാറി? 10:13 ആയിട്ട് മാറി. സെയിം ആണോ കൂടിയേക്കുന്നത്? ഇപ്പോൾ എനിക്ക് 30 വയസ്സുണ്ട്, ഷാനോയ്ക്കും വയസ്സുണ്ട്. അപ്പോൾ 4 കൊല്ലം കഴിഞ്ഞ് എനിക്കും 4 വയസ്സ് കൂടും, ഷാനോയ്ക്കും 4 വയസ്സ് കൂടും. അതായത് കൂടുന്ന എമൗണ്ട് സെയിം ആണ്, സെയിം അതാണ് കൂടുന്നത്. ഇവിടെ എത്ര കൂടിയേക്കുന്നത്? ഇവിടെ 7 ആണ് കൂടിയേക്കുന്നത്. ഇവിടെ എത്രയാണ്? 9 ആണ് കൂടിയേക്കുന്നത്. അത് പറ്റത്തില്ല. അപ്പോൾ അത് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ടൊരു ട്രിക്ക് പറഞ്ഞ്,
ഈ ഡിഫറൻസ് എടുക്കുക. ഈ ഡിഫറൻസ് എത്ര? 7. ഇത് ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കുക. അതായത് 3 7 21. ഇവിടെ ഈ 7 ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കുക. ഇൻറ്റു 7 ഇൻറ്റു 7 21 28. ഇനി ആ ഡിഫറൻസ് എടുത്ത് ഇവിടെ കൊണ്ട് ഗുണിക്കുക. ഇവിടുത്തെ ഡിഫറൻസ് എത്ര? 4 3 ഡിഫറൻസ് എത്ര? 1. അത് ഇവിടെ കൊണ്ടൊന്ന് ഗുണിക്കുക. 10 എത്രയാണ്? 3. എന്നിട്ടും ശരിയാവുന്നില്ല. വേണ്ട, എക്സ് ഇട്ട് ചെയ്യാം, കുഴപ്പമില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെ വയസ്സെന്ന് പറയുന്നത്, എയും ബിയും, എയുടെ വയസ്സെന്ന് പറയുന്നത് 3:4. അപ്പോൾ ഇവരുടെ വയസ്സെന്ന് പറയുന്നത് 3x 4x. 4 വർഷം കഴിഞ്ഞ് അപ്പം 3x + 4. അപ്പോൾ 2 പേർക്കും 4 വയസ്സ് കൂടുമല്ലോ. 3x/4 +4 4x + 4. 2 പേർക്ക് 4 വയസ്സ് കൂടി. അവർക്ക് 3x വയസ്സുണ്ടായിരുന്നു, ഇയാൾക്ക് 4x വയസ്സുണ്ടായിരുന്നു. 2 പേർക്ക് 4 വർഷം കഴിയുമ്പോൾ 4 വയസ്സ് കൂടുമല്ലോ. അപ്പോൾ റേഷ്യോ എന്തായി മാറി എന്നാണ് പറയുന്നത്? 10:10/13. 10:13. ഫ്രാക്ഷനായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇവിടെ 13 കൊണ്ട് 13 × 3x + 4 = 10 × 4x + 4. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇയാൾക്ക് 3x വയസ്സുണ്ടായിരുന്നു, അയാൾക്ക് 4x വയസ്സുണ്ടായിരുന്നു. 2 പേർക്കും 4 വയസ്സ് കൂടി. അതായത് 4 വർഷം കഴിഞ്ഞ് 4 വയസ്സ് കൂടി. 3x + 4 4x + 4. ആ റേഷ്യോ എന്ന് പറയുന്നത് 10:13. നമുക്ക് ഇതാ നോക്കാം. നോക്കിക്കോ. 13 × 3 39x. 13 × 4 3 4 12 52 = 10 × 4 40x + 40. അതാ നോക്കിക്കും. ഇവിടെ 52 ഉണ്ട്. ഈ +40 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -40. അവിടെ ഒരു 40x ഉണ്ട്. ഇവിടുന്ന് 39x അവിടെ പോകുമ്പോൾ -39x. അതായത് എക്സ് 40x ന് 39x x = 12. എക്സ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇവരുടെ വയസ്സെന്ന് നോക്കിക്കേ. എക്സ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 12 3 ഇവിടെ അവരുടെ വയസ്സെന്ന് നോക്കിക്കേ. ഇപ്പോൾ 3x ആണ്. 3x എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 36 വയസ്സ്. അടുത്തത് അയാളുടെ വയസ്സെന്ന് പറയുന്നത് 4x എന്ന് പറയുമ്പം 12 × 4 48 വയസ്സ്. 36 48 വയസ്സ് കിട്ടിക്കഴിഞ്ഞു 2 പേരുടെ. സാർ 13 ഇട്ടെന്നോ? 13 ഇവിടെ 3x + 3x ആടാ. എന്തുവാടാ? നേരത്തെയാണ് സാർ. ഓക്കെ, നോക്കിക്കോ. അപ്പോൾ 36 48 വിട്ടേരെ, കുഴപ്പമില്ല. 36 48 കിട്ടിയത്. 36 48 കിട്ടിയത്. അതായത് ഇപ്പോഴത്തെ വയസ്സാണ്. ഇപ്പോഴാണ് ഇവന്മാരുടെ വയസ്സാണിത്. ഇനിയിപ്പോൾ അവരുടെ 6 വർഷം കഴിഞ്ഞുള്ള വയസ്സെന്ന് പറയുമ്പോൾ ഇവർക്ക് 6 കൂട്ടണം. ഇപ്പം 42 54 അപ്പോൾ 6 വർഷം കഴിഞ്ഞുള്ളവരുടെ വയസ്സെന്ന് പറയുമ്പോൾ 36 42. 36 42 എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ 42:54 റേഷ്യോ എന്ന് പറയുമ്പം 6 കൊണ്ടാണെങ്കിൽ 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 6 42. 6 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 9 6 54. 7:9 ആണ് വരുന്നത്. ഓക്കെ, ഇത് വേറൊരു രീതിയിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പണ്ട് ഞാൻ പറഞ്ഞൊരു മെത്തേഡാണ്.
അവരുടെ വയസ്സ് 3:4 പിന്നീട് എന്താണ് 10:13 മാറി. 10:13 മാറി. അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2 പേർക്ക് 4 കൂടേണ്ടത്. 4 അല്ലെങ്കിൽ സെയിം എമൗണ്ട് ആണ് കൂടേണ്ടത്. 4 ഇപ്പോൾ ഷാനോടെ കാര്യം പറയുവാണെങ്കിൽ എന്താ, എനിക്ക് 30 വയസ്സുണ്ട്, 4 കൊല്ലം കഴിഞ്ഞ് എനിക്ക് 34 വയസ്സ്, ഷാനോയ്ക്കും 4 വയസ്സ് കൂടും. അതായത് കൂടുന്നതിൻ്റെ റേറ്റ് സെയിം ആയിരിക്കും. 4 വയസ്സെന്നുള്ള ആ റേറ്റ് സെയിം ആയിരിക്കും. ഇവിടെ നോക്കിക്കുക എത്ര കൂടിയേക്കുന്നത്, 7 ഇവിടെ കൂടിയേക്കുന്നത്. ഇവിടെ എത്ര കൂടിയേക്കുന്നത്, 9 കൂടിയേക്കുന്നത്. അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമുക്ക് മാറ്റണം. അപ്പോൾ 3:4 10:13. ഇതാണ്ട ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്, 3. ഈ 3 ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കണം. ഇൻറ്റു 3. അതായത് നമുക്കൊന്ന് ഗുണിച്ചേക്കാം. 3 9:3 12. ഇനി ഇവിടുത്തെ ഡിഫറൻസ് എടുത്താലോ. ഇവിടുത്തെ ഡിഫറൻസ് ഈ ഡിഫറൻസ് 1 എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഗുണിക്കാം. ഇൻറ്റു 1. അതായത് 10:13. ഇപ്പം എത്ര കൂടിയത്, ഇപ്പം എത്ര കൂടിയത്, 1 കൂടി. ഇപ്പം എത്ര കൂടിയത്, 1 കൂടി. ഈ 1 കൂടാൻ കാരണം ആരാ, ഇവിടെ 1 കൂടി, ഈ 1 കൂടി. വയസ്സ് 1 കൂടാൻ കാരണം 4 വർഷം പോയതാ. 1 പറയുന്നതാണ് 4. 1 പറയുന്നതാണ് 4. 1 പറയുന്നതാണ് 4. അപ്പോൾ 1 × 4 ആണ് 4. അപ്പോൾ 9 പറയുന്നതോ, 9 × 4 36. 9 പറയുന്ന വയസ്സ്. ഇനി 12 പറയുന്നതോ, 12 പറയുമ്പോൾ 12 × 4 48. ഇപ്പോഴുള്ള വയസ്സാണ് പറഞ്ഞത് 36 48. ഇപ്പോഴുള്ള വയസ്സാണ് പറഞ്ഞത് 36 48. 36 48 ആണ് ഇപ്പോഴുള്ള വയസ്സ്. പക്ഷേ 6 വർഷത്തിന് ശേഷമോ, അപ്പോൾ ഒരു 6 കൂടെ കൂട്ടുക 42, ഇവിടെ ഒരു 6 കൂടെ കൂട്ടുക 54. അതിൻ്റെ റേഷ്യോ 42:54. റേഷ്യോ വരുമ്പം 7 6 42. 6 കൊണ്ടാകുമ്പോൾ 7, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. 7:9 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 10 റിസൾട്ട് ഈസ് 50. 50 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. 10 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 5 റിസൾട്ട് ഈസ് 49. ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 6 ഈസ് 55. ഫൈൻഡ് ദ 5th റിസൾട്ട്. ഫൈൻഡ് ദ 5th റിസൾട്ട്. ആവറേജ് ഓഫ് 10 റിസൾട്ട്, 10 റിസൾട്ടിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. ആവറേജ് ഓഫ് ഫസ്റ്റ് 5 റിസൾട്ട് എന്ന് പറയുന്നത് 49 ആണ്. എങ്ങനെ കിട്ടും? 10 എണ്ണത്തിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 10 ആണ്. ആവറേജ് എന്ന് പറയുന്നത് 10 ആണ്. ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. എല്ലാം കൂടെ ഒന്ന്, ഈ ടച്ചൊന്നും കൃത്യമായി വർക്കാവുന്നില്ല. ആവറേജ് എന്ന് പറയുന്നത് 50 ആണ്. നമ്പർ എത്ര എണ്ണമാ? 10 എണ്ണം. അപ്പോൾ സം എത്ര ആയിരിക്കും? സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ. 50 × 100 അല്ല 50 × 10 500. ഇനി ആദ്യത്തെ 5 എണ്ണത്തിൻ്റെ ആവറേജ് 49 ആണ്. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 റിസൾട്ട്, ആവറേജ് 49 ആണ്. എത്ര എണ്ണത്തിൻ്റെയാ? 5 എണ്ണത്തിൻ്റെ. അപ്പോൾ സം എന്ന് കണ്ടുപിടിച്ച്, സം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പർ. 49 × 5 9 × 5 45 245. 9 × 45 I 4 20 245. ഇനി ആവറേജ് ഓഫ് 6 ഈസ് 55. ആവറേജ് 55 എത്ര എണ്ണത്തിൻ്റെയാ? 6 എണ്ണത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ സം എത്രയാ? 55 × 6. 6 5 30, 6 5 330. 6 5 30, 6 5 30 330. ഇതാണ്ട ഈ 240ഉം 330 കൂടെ ഒന്ന് കൂട്ടിക്ക്.
എന്നിട്ട് കാര്യം പറയാം. 240 330 0 4 3 7 3 2 5 570. ഒന്നുകൂടെ നോക്കാം. 0 0 0 ആണ്, 4 3 7 ആണ്, 3 2 5 ആണ്, 570 ആണ് വന്നിരിക്കുന്നത്. 570. ഇത് എത്ര എണ്ണത്തിൻ്റെയാണ്? 5 എണ്ണം 6 എണ്ണം 11 എണ്ണത്തിൻ്റെ സം ഓഫ് 11 നമ്പേഴ്സ് 570. 11 എണ്ണത്തിൻ്റെ സമ്മാണ്. ഇവിടുത്തെ 5 എണ്ണവും ഇവിടുത്തെ 6 എണ്ണത്തിൻ്റെയും കൂടെ സമ്മാണ് ഈ 570 എന്ന് പറയുന്നത്. 11 എണ്ണത്തിൻ്റെ സമ്മാണ് 570 എന്ന് പറയുന്നത്. 11 എണ്ണത്തിൻ്റെ, ഈ 5 എണ്ണവും ഈ 6 എണ്ണവും 11 എണ്ണത്തിൻ്റെയാണ്. പക്ഷേ 10 എണ്ണത്തിൻ്റെ സം എത്രയാണ്? 500 ആണ്. അപ്പോൾ അധികം ഒരാൾ കിടക്കുന്നത് 10 എണ്ണത്തിൻ്റെ സം ഓഫ് 11 എണ്ണം 570. സം ഓഫ് 10 എണ്ണം 500. എടാ 11 പേരുടേത് 570 ആടാ. സോറി, ഇവിടെ 75 ആടാ. ഇവിടെ ഒരു 5 ഉണ്ട് കേട്ടോ മക്കളെ, ഇവിടെ ഒരു 5 ഉണ്ട്. അഞ്ചുണ്ട്, 45 ആണ്. ഓ തിരുത്തി, ഷാനോ തിരുത്തി. അപ്പോൾ ഇവിടെ 5 ആണ്, 575 ആണ്. ഇവിടെ 5 ആണ്. അപ്പോൾ 11 എണ്ണത്തിൻ്റെ സം എന്ന് പറയുന്നത് 575. അതിനകത്ത് 10 എണ്ണത്തിൻ്റെ സം എന്ന് പറയുന്നത് 500. 10 എണ്ണത്തിൻ്റെ അങ്ങ് മാറ്റിയാൽ ഒരെണ്ണം അധികം കിടക്കുന്നത് കിട്ടത്തില്ലേ? 10 എണ്ണത്തിൻ്റെ അങ്ങ് മാറ്റി 75 ആണ് വരുന്നത്. ഇവിടെ 5 ഞാൻ എഴുതില്ല, മറന്നുപോയി കേട്ടോ. 5 ഞാൻ ഇട്ടിട്ടുണ്ട്. എടാ 10 എണ്ണത്തിൻ്റെ എത്ര ആയിരുന്നു? 500 ആയിരുന്നു. 11 എണ്ണത്തിൻ്റെ എത്ര? 575. 10 എണ്ണത്തിൻ്റെ ഇങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ 11ാമത് കിടക്കുന്ന എണ്ണത്തിൻ്റെ കിട്ടുമല്ലോ. അപ്പോൾ അധികം കിടക്കുന്ന എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്? തീർന്ന് പരിപാടി. ഒരു ക്വസ്റ്റ്യനോട് ചെയ്തേക്കാം. ഇത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യനാണ്, അടുത്ത ക്ലാസ് ചെയ്യുക. ഇത് 20 എണ്ണം ഉണ്ട് കേട്ടോ. നോക്കി ഇവിടെ സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് 20 എണ്ണം ഉണ്ട്. നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി മാക്സിമം ചെയ്യാനാണ് സാറ് പറഞ്ഞത്. 3 ടാപ്സ് A, B, C fill a tank in 24, 30, 40 hours respectively. If a tank remains open all time, both tabs B and C are opened alternatively 1 hour each. In how much time will the tank is filled? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ A എന്ന് പറയുന്ന ഒരു പൈപ്പുണ്ട്, B എന്ന് പറയുന്ന ഒരു പൈപ്പുണ്ട്, C എന്ന് പറയുന്ന പൈപ്പുണ്ട്. 24, 30, 40. ഇതിൻ്റെ LCM ഒന്നെടുത്ത്. ഇതിൻ്റെ LCM എത്ര ഇടാമെന്ന് പറഞ്ഞ്? ഇതിൻ്റെ LCM ഇത് ടൈം, ഇത് എഫിഷ്യൻസി, ഇത് കപ്പാസിറ്റി. ഇതിൻ്റെ LCM എത്ര എന്ന് പറഞ്ഞ്? 255. അല്ല, ഇതിൻ്റെ LCM എത്ര എന്ന് പറഞ്ഞ്? ഇതിൻ്റെ LCM 120 ആണ്. സെറ്റ് ട്രയാങ്കിൾ ഓർമ്മയാണോ? സെറ്റ്, കപ്പാസിറ്റി, എഫിഷ്യൻസി, ടൈം. ഇനി ടൈമുണ്ട്, എഫിഷ്യൻസി എന്ന് കണ്ടുപിടിച്ച് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി അപ്പോൾ കപ്പാസിറ്റി 120/24 5 4 3. A type Siemens are all time. A എന്ന് പറയുന്ന പൈപ്പ് എല്ലാ സമയവും വർക്ക് ചെയ്യുകയാണ്. എ എന്ന് പറയുന്ന പൈപ്പ് എല്ലാ സമയവും വർക്ക് ചെയ്യുകയാണ്. എ എന്ന് പറയുന്ന ടൈപ്പ് ആണ്. അപ്പോൾ എല്ലാ സമയവും വർക്ക് ചെയ്യുകയാണ്. ബി, സി ഓപ്പൺഡ് ആൾട്ടർനേറ്റീവ്ലി ഫോർ 1 hour each. അപ്പോൾ ആദ്യം ബി തുറക്കാം. എ എപ്പോഴും ഉണ്ടേ, A + B, എയും ബിയും കൂടാണ് തുറക്കുന്നത്. ആദ്യം 1 മണിക്കൂർ 1 hour. ആദ്യത്തെ 1 hour എയും ബി, എ എപ്പോഴും ഉണ്ടല്ലോ, എയും ബിയും. ബി തുറന്ന് എത്ര? എ എത്ര ലിറ്റർ എഫിഷ്യൻസി? 5 ലിറ്റർ പ്ലസ് ബി എത്ര ലിറ്ററാണ്? 4 ലിറ്റർ, 9 ലിറ്റർ. അടുത്ത മണിക്കൂറിൽ എ എപ്പോഴും ഉണ്ട്, ബി ക്ലോസ് ചെയ്തിട്ട് സി ആക്കി, എയും സിയും കൂടെ ആയി. എ എത്ര? 5 ലിറ്റർ പ്ലസ് എത്ര ലിറ്ററാണ്? 3 ലിറ്റർ.
അപ്പോൾ എ 5 ലിറ്റർ, സി എത്രയാണ് 3 ലിറ്റർ, അപ്പോൾ 8 ലിറ്റർ. അപ്പോൾ 2 മണിക്കൂറായപ്പോൾ 17 ലിറ്റർ. 2 മണിക്കൂറായപ്പോൾ 17 ലിറ്റർ. 2 മണിക്കൂറായപ്പോൾ 17 ലിറ്റർ. നമുക്ക് എത്ര ലിറ്റർ ആണെന്ന് അറിയേണ്ടത്? നമുക്ക് 120 ലിറ്റർ. 120നോട് അടുത്ത് കിടക്കുന്ന 17. ഇവിടെ ഈ 120 ലിറ്റർ ആവണം നമുക്ക്. കപ്പാസിറ്റി എത്ര? 120. ഇവിടെ 120ന് അടുത്തേക്കെങ്കിലും വരണം. 17നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 120ഓ അതിനടുത്തോ ഏതെങ്കിലും, 17നെ എന്തായാലും ഗുണിച്ചാൽ 120 വരത്തില്ലല്ലോ. അതിനടുത്തേക്ക് ഏതെങ്കിലും സംഖ്യ കിട്ടുമോ നോക്കിക്കേ. ഇതാണ്ട് 17 × 7 ആവുമ്പോൾ 7 7 49, 119 ലിറ്റർ. 17നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 119 ലിറ്റർ. അപ്പോൾ അവിടെ 7 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ 7 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 14 മണിക്കൂർ. ഈ 14 മണിക്കൂർ എന്നുള്ള എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്, അവിടെ ആൻസർ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പൈപ്പ് ആൻഡ് സിസ്റ്റേൺസ് എന്ന് പറഞ്ഞ ഇതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എ എന്ന് പറയുന്ന പൈപ്പ് 24 മിനിറ്റ് കൊണ്ട്, ബി എന്ന് പറയുന്ന പൈപ്പ് 30 മിനിറ്റ് കൊണ്ട്, സി എന്ന് പറയുന്ന പൈപ്പ് 40 മിനിറ്റ് കൊണ്ട്. ഇത് ടൈമാണ്. സെറ്റ് ട്രയാങ്കിൾ ആലോചിച്ചോണേ. സെറ്റ് കപ്പാസിറ്റി, എഫിഷ്യൻസി, ടൈം. നോക്കിക്കോ, ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ LCM ആണ് 120. കപ്പാസിറ്റി ബൈ എഫിഷ്യൻസി, കപ്പാസിറ്റി ബൈ ടൈമാണ് എഫിഷ്യൻസി. 5 4 3. എ എല്ലാ സമയവും എ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ആദ്യത്തെ മണിക്കൂർ 1 അവർ എ എപ്പോഴും ഉണ്ട് കേട്ടോ. എ തുറന്നു തന്നെ വിട്ടിരിക്കുകയാണ്. എയും ബിയും കൂടെ ആണ് വർക്ക് ചെയ്യുന്നത്. എയും ബിയും കൂടെ ആകുമ്പോൾ എ 5 ലിറ്റർ നിറയ്ക്കുന്നു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5 ലിറ്ററാണ്. ബി എത്ര ലിറ്റർ നിറയ്ക്കുന്നു? 4 ലിറ്റർ. അപ്പോൾ 9 ലിറ്റർ. രണ്ടാമത്തെ മണിക്കൂർ 1 മണിക്കൂർ കൂടെ ആകുമ്പോൾ അടുത്ത മണിക്കൂറാണ്. എ എപ്പോഴും ഉണ്ടല്ലോ. ബി അങ്ങ് ക്ലോസ് ചെയ്തിട്ട് സി തുറന്നു വിട്ട്. അപ്പോൾ എയുടെ 5 ലിറ്റർ നിറയും, സിയുടെ 3 ലിറ്റർ, 8 ലിറ്റർ. അപ്പോൾ മൊത്തം എത്ര മണിക്കൂറായി? ഇപ്പോൾ 2 മണിക്കൂറായി. എത്ര ലിറ്ററായി ടാങ്കിനകത്ത്? 17 ലിറ്റർ. നമുക്ക് എത്ര ലിറ്ററാണ് നിറയേണ്ടത്? 120 ലിറ്റർ. 17നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. 17ൻ്റെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 120നോട് അടുത്ത ഏതെങ്കിലും സംഖ്യ കിട്ടുമെന്ന് നോക്കണം. 17 × 7 ചെയ്താൽ 7 7 49, 1 7 4 11, 119 ലിറ്റർ എന്ന് കിട്ടും. ഇവിടെ 7 കൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ ഇവിടെ 7 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 14 അവർ എന്ന് കിട്ടും. 14 മണിക്കൂർ എന്ന് കിട്ടും. 14 എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നടക്കുന്നു. ബൈ ബൈ.